പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. നമസ്കാരം. KF ഇക്ബാലാണ്. കഴിഞ്ഞ ഇതേ വർഷം കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം താലൂക്കിലെ അബൂബക്കറിന്റെ മകൻ മൊയ്തീൻ എന്ന് പറയുന്ന 2 വൃക്കകളും നഷ്ടപ്പെട്ട 16 വയസ്സുള്ള ഒരു ഹാഫിള് കുഞ്ഞിന്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഏകദേശം 25 ലക്ഷം രൂപയാണ് അന്ന് നമുക്ക് സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിനുശേഷം ഡോക്ടറുടെ ഡേറ്റ് കിട്ടിയിരുന്നില്ല. ഇപ്പം നിലവിൽ ആ കുട്ടിക്ക് സർജറി ചെയ്യാൻ വേണ്ടി ഡോക്ടറുടെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. 25 ലക്ഷം കൊണ്ട് വൃക്ക മാറ്റി വെക്കാൻ വേണ്ടി കഴിയില്ല. ഇനിയും ഒരു 10 ലക്ഷം കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും ഒന്നുകൂടി ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ ഒരു 10 ലക്ഷം രൂപ കൂടി സമാഹരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് വളരെ വിനീതമായി. വയസ്സുള്ള ഈ പൊന്നുമോന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാനും പ്രചരിപ്പിക്കാനുമുള്ള ദയയുണ്ടെങ്കിൽ ജീവിതം എന്തെന്ന് പോലും അറിയാത്ത ഈ പിഞ്ചുപാലന്റെ കൈകൂപ്പിയുള്ള യാചനക്ക് അറുതിയുണ്ടാകും. കാസർഗോഡ് ജില്ലയിലെ ഉപ്പള, മിയപ്പതാവ്, ചികിർപ്പതവ്, ചിനാല എന്ന കൊച്ചുഗ്രാമത്തിൽ ആരവങ്ങൾ ഒഴിഞ്ഞ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ആ കൊച്ചുകൂരയിൽ അബൂബക്കർ ആയിഷാബിയുടെ 15 വയസ്സുള്ള ഹാഫിള് വിദ്യാർത്ഥി മൊയ്തീനാണ് സമൂഹ മനസാക്ഷിയോട് തന്റെ ജീവിതം തിരികെ കിട്ടുമോ എന്ന് ഏങ്ങി ചോദിക്കുന്നത്. ഷെറിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം തരം വിദ്യാർത്ഥിയും മുട്ടം മഖ്ദൂമിയയിലെ തന്റെ സഹപാഠികളായ ഹാഫിള് വിദ്യാർത്ഥികളോടൊപ്പം ആർത്തുല്ലസിച്ചിരുന്ന മൊയ്തീൻ ആഴ്ചയിൽ 3 തവണ കാസർഗോഡ് കേരവൽ ആശുപത്രിയിലെ ഡയാലിസിസ് മുറിയിൽ കഴുത്തിലും കയ്യിലും മാറി മാറി ഫിസ്റ്റുല കുത്തിക്കേറ്റി എല്ലാ വേദനകളും സഹിച്ച് തന്റെ കൊച്ചു പ്രാണന് വേണ്ടി എല്ലാം സഹിച്ചുറങ്ങുമ്പോൾ തൊട്ടരികിൽ ഉപ്പ അബൂബക്കർ കണ്ണിമ ചെമ്മാതെ കാവൽ നിൽക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കി സമൂഹത്തിന് വലിയ സേവനം ചെയ്യണമെന്നും ഉന്നതിയിലെത്തണമെന്നും ഒരുപാട് ആഗ്രഹിച്ച ഈ കുട്ടി ഒരു നാടിന്റെ നൊമ്പരമാകുമ്പോൾ കൈപിടിച്ച് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മളാണ്. നമ്മളിൽ മാത്രമാണ് അവന്റെ പ്രതീക്ഷ. അവന്റെ മാതാപിതാക്കൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനായ മറ്റാർക്കും പകരം വെക്കാനാവാത്ത വിധം അവരുടെ ജീവന്റെ പാതിയായ അവരുടെ പൊന്നുമോനെ നമുക്ക് തിരിച്ചു നൽകണം. അവൻ കണ്ട കിനാവുകളിലും ഇനി കാണാനുള്ള കിനാവുകളിലും മാന്ത്രിക നൂരിനാൽ ബന്ധിച്ച അവന്റെ ഉപ്പയുടെ ഉമ്മയുടെ പറക്കമറ്റാത്ത സഹോദരങ്ങളുടെ മുഖം ഡയാലിസിസ് മുറിയിൽ മിന്നിമറയുമ്പോൾ, കണ്ണുകൾ പതിയെ അടയുമ്പോൾ, ഉണരുമ്പോൾ അവനൊരു 2ാം ജന്മമാണ്. ശുഭ്രവസ്ത്രധാരിയായ അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ ഈ നിഷ്കളങ്ക ബാല്യത്തെ വിടരും മുമ്പേ കൊഴിഞ്ഞു പോകാതെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് സുഗന്ധവ്യഞ്ജനങ്ങൾ വിതറി പ്രിയപ്പെട്ടവരുടെ അലറിക്കരച്ചിലിൽ ശോകമൂകമായ അന്തരീക്ഷം സമ്മാനിച്ച് ചിത്രശലഭങ്ങളെപ്പോലെ ഖബറിലേക്ക് കൊണ്ടെത്തിച്ച നിരവധി മരണങ്ങളുടെ കൂട്ടത്തിൽ ഈ പിഞ്ചുപാലന്റെ പേര് വരാതിരിക്കട്ടെ. ആവശ്യമുള്ളപ്പോഴാണ് ഉറ്റവരെ ചേർത്ത് പിടിക്കേണ്ടത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം സഹതപിച്ചിട്ട് വിലപിച്ചിട്ട് എന്ത് കാര്യം? സഹായിക്കാൻ കഴിയില്ലെങ്കിലും ഒന്ന് ഷെയർ ചെയ്തെങ്കിലും കൈകൂപ്പി യാചിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം KF ഇക്ബാൽ.